ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിത് ഷാർജ കോർണിഷിലേക്ക് വന്നതാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും ഇതാ നമ്മളെ ഹെൻസുമി ഉണ്ട് കേട്ടാ. ഉണ്ടാ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്നൊരു ചാലഞ്ച് ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഒരു 49 ഡേയ്സ് UAE ചാലഞ്ച്. എനിക്ക് പോകാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഫസ്റ്റ് സ്പോട്ട് വന്നിട്ടുള്ളത് ഷാർജ കോർണിഷിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എന്താ പറയുക, കോർണിഷിലാണ് എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ. അവിടുന്ന് ഒരു 5 മണി നേരമായിരിക്കണം കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ഒന്ന് ഒത്തിരി കുറവുണ്ടായിരുന്നു, എന്നാലും വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചൂട് കുറവുണ്ടായിരുന്നു, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ട്. പക്ഷെ ഇക്ക പറഞ്ഞ് ചൂട് അത്യാവശ്യം ഉണ്ട് പറഞ്ഞ്. പക്ഷെ എന്നാലും നല്ല കാറ്റൊക്കെ അടിക്കണ കാരണം നമുക്ക് ഈവനിങ് വാക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അത്യാവശ്യം പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കണം, ഒന്ന് പുറത്ത് പോയിട്ട് എന്താ പറയുക, ഒന്ന് നടക്കാനൊക്കെ ഏറ്റവും പറ്റിയ UAEയിൽ പറ്റിയ ബെസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പറയാം അപ്പോൾ പാം ജുമേറ അവിടെ എവിടെ എന്നൊക്കെ പറയും. പക്ഷെ അതിലും എനിക്ക് എന്താ പറയുക, ഇവിടെ അടുത്ത് മീൻസ് ഷാർജയിലുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അജ്മാനിൽ ഉള്ളവർക്കും ഇവിടേക്കൊക്കെ ഒന്ന് വരാം കേട്ടോ. ഇവിടെ കപ്പൽ സർവീസ് ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതുപോലെ കപ്പൽ സർവീസ് ഉണ്ട്, അങ്ങനെ ഒരു ഇതുള്ള സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ് പെർ ഹവർ 100 ദിറംസ് ആണ് കേട്ടോ. അപ്പം ഞാനും ഹെൻസൂമിയും ഇത് ഞാൻ ഷോർട്സിനുള്ള വീഡിയോ എടുക്കാൻ പറയാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അങ്ങനെ ഷോർട്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ ഒരു പൂച്ചനെ ജസ്റ്റ് ഞാൻ കൈ കൊണ്ടുണ്ട് കാട്ടിട്ടുള്ളൂ. അത് ഗൈസ് പിന്നാലെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. മാന്തോ കുട്ടി കയ്യിലുള്ള കാരണം പേടിയാണ് കേട്ടോ. കാരണം നമ്മളെ മാന്തിയാലോ എന്നുള്ളൊരു പേടി കാരണമാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ അതാ വരുന്നത്, ഇങ്ങോട്ട് തിരിയുമ്പോൾ അതാ വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയൊക്കെ എൻ്റെ പിന്നാലെ വേണമെങ്കിൽ നടന്നിട്ട് വരൂ. ഇത് ഒരു ലക്ഷറി ബോട്ടാണ് കേട്ടോ. നല്ല എന്താ പറയുക, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരുപാട് കപ്പൽ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പേസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഷാർജയിൽ എന്താ പറയുക, ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ആകെ 2-3 പ്രാവശ്യമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷാർജയിൽ വേറൊരു കോർണിഷിലാണ് കേട്ടോ ഞങ്ങൾ പോവാറ്, അൽക്കസബ പറഞ്ഞിട്ട്. അവിടെയാണ് മോസ്റ്റ്ലി നടക്കാനൊക്കെ പോവാറ്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട് എന്നല്ലാണ്ട് ഇവിടെ നടക്കാൻ വെച്ചിട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. 1-2 പ്രാവശ്യം കണ്ട് ഒരു 3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടാവും, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷാർജയിലാണെങ്കിൽ ഞങ്ങൾ അൽക്കസബയിലാണ് കേട്ടോ നടക്കാനൊക്കെ പോവാറ്. അജ്മാനിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നമ്മൾ അജ്മാൻ കോർണിഷിലാണ് കേട്ടോ പോവാറ്. അപ്പം ഞാനിതാ ജസ്റ്റ് എന്താ പറയുക, വീഡിയോ ഒക്കെ ഒന്ന് ലെങ്ത്തൊക്കെ കൂട്ടണ്ടേ. അപ്പം ഞാനിതാ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ. അപ്പം ഞാനും എനിക്ക് കുറേ ഇങ്ങോട്ട് നടന്നിക്കണം കേട്ടോ ഗൈസ്, അത്യാവശ്യം നല്ല നടന്നിക്കണ്. അപ്പം ഇക്ക പറയുന്നുണ്ട് എന്നോട് ഇതുപോലെ തിരിച്ച് നടക്കണം, എന്നിട്ട് ഇതുപോലെ ദുബായിലെത്തണം. എന്താ പറയുക, ഞങ്ങൾക്കിന്ന് ദുബായിൽ പോകേണ്ട ഒരു ആവശ്യം, ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലടക്ക് പോണ വഴിക്കാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ 2 ബിസിനസ്സാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഡ്രസ്സ്, പിന്നെ ഒന്ന് ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2ൻ്റെ ഡെലിവറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഡ്രസ്സിൻ്റെ ഡെലിവറിയുള്ള ടൈമിൽ ഞാൻ പോകാറുണ്ട് കേട്ടോ കൂടെ. കാരണം എന്താ പറയുക, അത് എൻ്റെ ഫീൽഡാണല്ലോ. അപ്പം എനിക്കത് പോകണമെന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ ആകുമ്പോൾ ഞാൻ പോകില്ല കേട്ടോ. കാരണം ഇപ്പോൾ മോളുള്ളതിൻ്റെ മുന്നേ ഞാൻ നല്ല പോയിട്ടുണ്ടായിരുന്നു. കാരണം മോളുള്ളുമ്പോൾ ഈ ചെടികളിൽ നിന്ന് ഓരോ പ്രാണിയും ഇതൊക്കെ വണ്ടിയിൽ വീഴും. അപ്പം മോളെ മേല് കയറും എന്നൊക്കെ പറയും. അപ്പോൾ ഇക്ക അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഈന്തപ്പഴം നല്ല കായ്ച്ചിട്ട് നിൽക്കും, മീൻസ് നല്ല പൂവിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എടുത്തിട്ട് കാണിച്ച് തരണ്ട്. അപ്പോൾ അതാ ഇക്ക മോളെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, മോളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇക്കൊക്കെ വീഡിയോ എടുക്കണതിലൊന്നും അത്ര ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. മീൻസ് മോളായിട്ട് കുറേ നേരം വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മൂപ്പരാൾക്ക് ഇങ്ങനെ മോളായിട്ട് ഇങ്ങനെ എടുത്ത് നടക്കുക അങ്ങനെ. ഞാനാണ് പിന്നെ ഫുള്ള് വീഡിയോസിൻ്റെയും ഇതിൻ്റെ ഒക്കെ ആൾ കേട്ടോ. ഇക്കന്നെ അങ്ങനെ ആക്കിയത്. ഞങ്ങൾ മുന്നേ ഫുള്ള് വീഡിയോസ് ആയിരുന്നു കേട്ടോ ഞാനൊക്കെ. ഇപ്പോൾ എന്താ പറയുക, ഇക്ക അങ്ങനെ നടക്കും, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കണം ഗൈസ്. ഇപ്പം മോളെ കാര്യം കഴിഞ്ഞിട്ടേ നമ്മളൊക്കെ ഉള്ളൂ. കണ്ടില്ലേ, വേഗം മുന്നിൽ നടന്നു പോവാം. മറ്റേ എൻ്റെ കൈയും പിടിച്ച് പോണ ആളായിരുന്നു.
അതൊക്കെ ഒരു കാലെന്ന് പറയാ. പിന്നെതാ ഞങ്ങൾ കുറച്ചൊക്കെ നടന്നങ്ങോട്ട് പോന്നപ്പോൾ വേറൊരു കപ്പൽ കണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഇതിൽ. ഇത് ഫുള്ള് മരമാണ് കേട്ടോ. അങ്ങനെയാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞു തന്ന്. ഫുള്ള് വുഡാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെയും കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ലക്ഷറി ബോട്ട്. പിന്നെ അത് അവിടെ എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഓഫീസാണ് തോന്നുന്നുണ്ട്, അതുണ്ട്. പിന്നെ അവിടെയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഞാൻ ഇക്കനെ പറഞ്ഞ് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാറുണ്ട്. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് കുറച്ച് അപ്പുറം പോയപ്പോൾ അവിടെ ഗൈസ് ഇതാ കുറേ ചെറിയ ഫിഷിങ്ങിന് പോണ ബോട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫിഷിങ്ങിന് പോണ ബോട്ടാണ് കേട്ടോ അവിടെ ഉള്ളത്. അധികം മോസ്റ്റ്ലി ഫിഷിങ്ങിന് പോണ ബോട്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അവിടെ നടക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു ഫിഷിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ഇതൊക്കെ ആയ കാരണം എനിക്ക് അവിടെ അത്ര നടക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് ഞങ്ങളവിടെ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. നടക്കാൻ പറ്റിയത് നമ്മൾ ആദ്യം നടന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊക്കെ നല്ല അടിപൊളി ബോട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ മൈക്ക് വാങ്ങിയിട്ട് വീണ്ടും സൗണ്ടിൽ ബാക്ക് സൗണ്ട് ഇടണമെന്ന്. മൈക്കിൽ ചാർജ് കഴിഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ എന്താ പറയുക ദുബായിക്ക് പോവാണ്. ദുബായ് പോയി വന്നിട്ട് ഇൻഷാല്ലാ ഇനി ടുമാറോ വേറെ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതാണ്. ഡേ 2ൻ്റെ വീഡിയോ. ഇത് ഡേ 1, ഡേ 2, ഡേ 49 ചാലഞ്ച് അല്ലേ. അപ്പോൾ ദുബായിൽ നിന്ന് എന്നെ വയ്ക്കുക നല്ല അടിപൊളി കാഴ്ച കണ്ടു ഗൈസ്. നമുക്ക് എല്ലാവർക്കും ഫ്ലൈറ്റ് ഇഷ്ടമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്ത് നമ്മളെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. താങ്ക്